ഓം ഹരിശ്രീ ഗണപതേ നമഃ. ഓം സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമത് സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. എല്ലാ സുഹൃതികളായ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. എൻ്റെ ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഇന്ന് 2025 ജൂലൈ മാസം 22-ാം തീയതി, കൊല്ലവർഷം 1200-ാം ആണ്ട്, കർക്കിടക മാസം 6-ാം തീയതി, 6-ാം ദിവസത്തെ കഥ തുടങ്ങുന്നതിന് മുമ്പ് ഇന്നലെ നമ്മയെല്ലാം വിട്ടുപിരിഞ്ഞ ജാതിമത രാഷ്ട്രീയ കക്ഷിഭേദമന്യേ മലയാളികളായ നമ്മുടെ എല്ലാ ഹൃദയത്തിൽ സമുന്നത സ്ഥാനം നേടിയ, മറ്റാർക്കും അവകാശപ്പെടാനില്ലാത്ത ഒരുപാട് സദ്ഗുണങ്ങളുടെ ഉടമയായിരുന്ന, തൻ്റെ 102-ാം വയസ്സിൽ ഇന്നലെ നമ്മയെല്ലാം വിട്ടുപിരിഞ്ഞ ഏറ്റവും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന സഖാവ് VS അച്യുതാനന്ദന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ എൻ്റെ കഥാകഥനം ഞാൻ അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്കായി സമർപ്പിക്കുന്നു. നേതാവേ വിട. ലാൽ സലാം. ഇന്നത്തെ കഥയിൽ ഇന്നലെ തുടങ്ങിവെച്ച അഭിഷേക ആരംഭമായിരുന്നു. എന്നാൽ ഇന്ന് ആ അഭിഷേകത്തിനുള്ള വിഘ്നമാണ് നാം കേൾക്കാൻ പോകുന്നത്. ഇന്നലെ എല്ലാവരും ദുർഗേ ഭഗവതി ദുർഗതി നാശിനി ദുർഗതി നീക്കി തുണച്ചീടുക അംബികെ എന്ന് ദുർഗാ ഭഗവതിയെ ധ്യാനിച്ചുകൊണ്ട് ഒരുക്കങ്ങളെല്ലാം ആരംഭിച്ചു. അതിനിടെ ലോകമാതാവായ സൃഷ്ടികർത്താവിൻ്റെ സഹധർമ്മിണിയായ ആ സരസ്വതീ ദേവിയെ കൈകേയിയുടെ നാവിൽ പ്രവേശിച്ച അഭിഷേകം വിഘ്നം വരുത്തുന്നതിനായി ദേവന്മാർ നിയോഗിച്ചയക്കുന്നു. ഇനി നമുക്ക് ബാക്കി ഭാഗം നോക്കാം. ആ സരസ്വതീ ദേവി ഇത് കേട്ട് മന്ധരയുടെ നാവിന്മേലാണ് ആദ്യം പ്രവേശിക്കുന്നത്. ഈ മന്ധരയെ കുബ്ജയെന്നും വിളിക്കുന്നുണ്ട്. ത്രിവക്രയാണവൾ. ത്രിവക്ര എന്ന് പറഞ്ഞാൽ 3 വളവോട് കൂടിയ ശരീരമുള്ളവളാണ്. കുബ്ജ എന്നാൽ കൂനുള്ളവൾ എന്നർത്ഥം. ആ മന്ധര നേരെ പ്രാസാദത്തിലേക്ക്, അതായത് കൊട്ടാരത്തിലേക്ക്, കൈകേയിയുടെ സവിധത്തിലേക്ക് പ്രവേശിക്കുന്നു. ഓടിപ്പിടിച്ച് വെപ്രാളത്തോടെ വന്ന മന്ധരയെ കണ്ടിട്ട് കൈകേയി ചോദിക്കുകയാണ്, പറയൂ മന്ധരെ, എന്തിനാണ് ഈ മനോഹരമായ ഒരുക്കങ്ങളെല്ലാം? എന്തിനാണ് ഇങ്ങനെ കൊട്ടാരമെല്ലാം അലങ്കരിച്ചിരിക്കുന്നത്? എന്താണ് കാരണം? മന്ധര അതിന് മറുപടിയായി പറയുന്നു, നാളീകലോചനനായ ശ്രീരാമന് നാളെയാണ് യുവരാജാവായി അഭിഷേകം. ദുർഭഗേ, മൂഢേ, അഹങ്കാരി, നീ ഇങ്ങനെ എപ്പോഴും ഇവിടെ കിടന്ന് ഉറങ്ങിക്കോ. ചുറ്റും നടക്കുന്നത് വല്ലതും നീ അറിയുന്നുണ്ടോ? വലിയൊരു ആപത്ത് വന്നടുത്തിരിക്കുന്നു. നിന്നെ സഹായിക്കാൻ ബന്ധുവായി ആരും ഉണ്ടാകയില്ല. സ്ത്രീ ജാതിക്ക് തന്നെ അഭിമാനമായ നീ ഇത് മനസ്സിലാക്ക്. നാളെ തന്നെ അഭിഷേകം ഉണ്ടാകും. മന്ധര പറഞ്ഞത് കേട്ട് സംഭ്രമത്തോടെ ചാടി എഴുന്നേറ്റ കൈകേയി മനോഹരമായ തൻ്റെ ചാമീകര നൂപുരം, അതായത് സ്വർണ്ണ നൂപുരം അഴിച്ചെടുത്ത് അവൾക്ക് കൊടുക്കുകയാണ്. വളരെ സന്തോഷത്തോടെ സമ്മാനമായി കൊടുക്കുകയാണ്. നീ പറഞ്ഞല്ലോ എനിക്കെന്തോ ആപത്ത് വന്നടുത്തു എന്ന്. ഇത്രയും വലിയ സന്തോഷം നിറഞ്ഞ ഈ അവസരത്തിൽ അങ്ങനെ പറയാൻ എന്താണ് കാരണം? എനിക്കും രാമനോട് വളരെയധികം പ്രിയമുണ്ട്. രാമനോളം പ്രിയപ്പെട്ടവരായി മറ്റാരും തന്നെ ഇല്ല. ഭരതൻ പോലും രാമൻ കഴിഞ്ഞേ ഉള്ളൂ. രാമനും അവൻ്റെ സ്വന്തം മാതാവായ കൗസല്യയേക്കാൾ ഇഷ്ടം എന്നോടാണെന്ന് നിനക്കറിവുള്ളതല്ലേ? അതിനൊരു സംശയവുമില്ല. എന്നോടുള്ള ഭക്തിയും വിശ്വാസവും സ്നേഹവും മറ്റാരോടുമില്ല. എന്ത് വിശിഷ്ടമായ വസ്തുക്കൾ കയ്യിൽ കിട്ടിയാലും എനിക്ക് തന്നതിന് ശേഷമേ രാമൻ മറ്റുള്ളവർക്ക് കൊടുക്കൂ. എന്തിന്? സ്വന്തം മാതാവായ കൗസല്യയ്ക്ക് പോലും അതിന് ശേഷമേ കൊടുക്കൂ. എൻ്റെ രാമൻ അവൻ്റെ അമ്മയേക്കാൾ എന്നെയാണ് എല്ലായ്പ്പോഴും പരിചരിക്കുന്നത്. എനിക്കിഷ്ടമില്ലാത്ത ഒരു വാക്ക് പോലും അവൻ ഉച്ചരിക്കില്ല. ഞാനെന്നോ കൗസല്യെന്നോ ഒരു വ്യത്യാസവും അവനില്ല. മൂഢേ, മന്ധരെ, നിനക്കെന്താണ് ഇങ്ങനെയുള്ളൊരു ദുർബുദ്ധി തോന്നാൻ? രാമനെക്കുറിച്ച് എന്താണ് ഇപ്രകാരം ഭയത്തിന് കാരണം? അവൻ എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ടവനല്ലേ? ആരോടും വൈരമില്ല. വളരെ ശാന്തനും ദയാലുവുമായ എൻ്റെ രാമനെപ്പറ്റി നിനക്ക് ഇങ്ങനെ തോന്നാൻ എന്താ കാരണം? കൈകേയിയുടെ വാക്കുകൾക്ക് മറുപടിയായി വളരെ ദുഃഖിതയായി തന്നെ മന്ധര പറയുകയാണ്, പാപേ, നിനക്ക് കാരണം അറിയണമല്ലേ? പറയാം, കേട്ടോളൂ. ഈ ദശരഥ രാജാവ് വഞ്ചിച്ചിരിക്കുകയാണ്. നിന്റെ മകൻ ഭരതനെയും ശത്രുഘ്നെയും മനഃപൂർവ്വം ഇവിടെ നിന്ന് അകറ്റിയതാണ്. അമ്മാവനെ കാണാൻ എന്നൊക്കെ പറഞ്ഞത് നിന്നെ കബളിപ്പിക്കാനാണ്. രാമൻ യുവരാജാവായാൽ അതിൻ്റെ ഗുണാനുഭവം മുഴുവൻ കൗസല്യയ്ക്കാണ്. അവൾ രാജമാതാവാണ്. പിന്നീടുള്ളത് സുമിത്രയും ലക്ഷ്മണനുമാണ്. അവർക്കും അത് കാണുമ്പോൾ സന്തോഷിക്കാം. കൗസല്യയാകട്ടെ രാജമാതാവായി വിലസും. നീ വെറും ദാസിയായി കൗസല്യയെ പരിചരിച്ചു കൊണ്ടേയിരിക്കേണ്ടി വരും. കൗസല്യാപുത്രനായ രാമനെ പരിചരിക്കുക എന്നത് നിന്റെ മകനായ ഭരതൻ്റെ കർത്തവ്യമായി മാറും. അങ്ങനെ നിങ്ങൾ രണ്ടുപേരും കാലം കഴിക്കേണ്ടി വരും. ഈ രാജപ്രൗഢിയൊന്നും എന്നും ഉണ്ടായെന്ന് വരില്ല. നിന്നെ ഇവിടെ നിന്ന് ഓടിക്കാനും മതി. അതല്ല, ചിലപ്പോൾ വധിച്ചു കളഞ്ഞെന്നും വരും. ഇങ്ങനെ സപത്നിമാരിൽ നിന്നുണ്ടാകുന്ന ദുഃഖാനുഭവങ്ങളോടെ ഭൂമിയിൽ വാഴുന്നതിലും എത്രയോ ഭേദം മരണം തന്നെയാണ്.
നിന്റെ നന്മയ്ക്കായി ഞാനൊരു കാര്യം പറയാം. നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ നിന്റെ മകനായ ഭരതനെ തന്നെ യുവരാജാവായി നാളെ അഭിഷേകം ചെയ്യും. രാമന് 14 വർഷം വനവാസവും ചെയ്യേണ്ടി വരും. നീ ഇപ്പോൾ ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചാൽ ഈ അയോധ്യ രാജ്യം നിന്റെ മകനായ ഭരതന് സ്വന്തം. നീയോ രാജമാതാവായി പ്രൗഢിയോടെ വാഴും ചിരകാലം. വേണമെന്നുണ്ടെങ്കിൽ ഞാനൊരു ഉപായം പറഞ്ഞു തരാം. ഒരുപക്ഷെ നീ മറന്നുപോയിട്ടുണ്ടാകും. പണ്ട് ദേവാസുര യുദ്ധത്തിൽ മിത്രമായ ദേവദേവേന്ദ്രൻ്റെ ആവശ്യപ്രകാരം രാജാവ് തൻ്റെ സൈന്യസമേതം നിന്നെയും കൂട്ടി തേരിൽ കയറി ദേവലോകത്ത് പോയതും അവിടെ അസുരന്മാരോട് ഏറ്റുമുട്ടുന്ന അവസരത്തിൽ രഥത്തിൻ്റെ അച്ചുതണ്ട് ഉറപ്പിച്ചു നിർത്തുന്ന ആണി ഇളകിപ്പോവുകയും നീ ആ ആണിപ്പഴുതിൽ തൻ്റെ സ്വന്തം കൈവിരൽ കടത്തി ധൈര്യത്തോടെ തൻ്റെ ഭർത്താവിനെ രക്ഷിച്ചതും യുദ്ധം കഴിഞ്ഞതിന് ശേഷം ആ ശത്രുക്കളെയെല്ലാം വധിച്ചതിന് ശേഷം നിന്റെ ആ പ്രവൃത്തിയിൽ അത്യന്തം സന്തുഷ്ടനായിട്ട് നിന്നെ കെട്ടിപ്പിടിച്ച് രാജാവ് പറഞ്ഞതൊന്ന് ഓർത്തു നോക്കൂ. രാജാവിനെ രക്ഷിച്ചതുകൊണ്ട് 2 വരം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടില്ലേ? ആ വരങ്ങൾ നീ ഇപ്പോൾ രാജാവിനോട് ചോദിക്ക്. ഞാനും ഇതെല്ലാം മറന്നുപോയിരുന്നു. ഇത് കേട്ട കൈകേയി ആദ്യമൊന്നും സമ്മതിച്ചില്ല. വാസ്തവത്തിൽ അന്ന് രാജാവ് വരം നൽകാമെന്ന് പറഞ്ഞപ്പോൾ കൈകേയി പറഞ്ഞത് വരം രാജാവ് കൈവശം വെച്ചാൽ മതി, ആവശ്യം വരുമ്പോൾ ചോദിച്ചു കൊള്ളാമെന്നായിരുന്നു. മന്ധര വീണ്ടും വീണ്ടും നിർബന്ധിച്ച് ഈ കൈകേയിയെ പ്രേരിപ്പിക്കുകയാണ് ഇങ്ങനെ പറയാനായി. ഓർത്തു നോക്കൂ, മന്ധരയല്ല ശരിക്കും പറയുന്നത്. ദേവന്മാരുടെ നിർദ്ദേശപ്രകാരം മന്ധരയുടെ നാവിന്മേൽ പ്രവേശിച്ച് സരസ്വതീ ദേവിയാണ് ഇങ്ങനെയെല്ലാം ആ കൈകേയിയെ പ്രലോഭിപ്പിക്കുന്നത്. വീണ്ടും മന്ധര കൈകേയിയെ നിർബന്ധിക്കുന്നു. എന്നിട്ട് ഇങ്ങനെ പറയുകയാണ്, നീ ആ അറയിൽ കയറി ആഭരണങ്ങളെല്ലാം വലിച്ചെറിഞ്ഞ് വസ്ത്രങ്ങളെല്ലാം മലിനമാക്കി മുടിയഴിച്ചിട്ട് കരഞ്ഞു വിളിച്ച് കോപത്തോടു കൂടിയിരിക്കുക. രാജാവ് വരുമ്പോൾ 2 വരം ചോദിച്ചു വാങ്ങുക. അത് സത്യം ചെയ്തു വാങ്ങിക്കണം. മന്ധരയുടെ നിർദ്ദേശപ്രകാരം ഒടുവിൽ അങ്ങനെ തന്നെയെന്ന് തീരുമാനിച്ചുറപ്പിച്ച് മന്ധര പറഞ്ഞു കൊടുത്തതുപോലെ തന്നെ കൈകേയി ചെയ്യാൻ ഒരുങ്ങുകയാണ്. അതിനുശേഷം കൈകേയി മന്ധരയോട് ഇപ്രകാരം പറഞ്ഞു, രാമൻ വനത്തിന് പോകുന്നത് വരെ ഞാനിങ്ങനെ ഇവിടെ തന്നെ കിടക്കും. നീ നോക്കിക്കോ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ പ്രാണൻ വെടിയും. ഭരതനെ യുവരാജാവായി വാഴിച്ചാൽ നിനക്ക് സമ്മാനമായി പാരിതോഷികമായി 100 ദേശങ്ങൾ ഞാൻ നൽകുന്നുണ്ട്. ഉടനെ മന്ധര പറഞ്ഞു, നീ വിചാരിക്കുന്നത് പോലെ തന്നെ സംഭവിക്കും. അങ്ങനെ സംഭവിക്കട്ടെ, ഞാൻ ഇപ്പോൾ പോവുകയാണ് എന്ന് പറഞ്ഞ് മന്ധര യാത്ര പറയുകയാണ്. എഴുത്തച്ഛൻ്റെ രാമായണത്തിലെ 82-ാമത്തെ പേജിൻ്റെ അവസാനവും 83-ാമത്തെ പേജിൻ്റെ ആദ്യവുമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു ലോകനീതി ശ്രദ്ധിക്കുക. ധീരനായേറ്റം ദയാന്വിതനായി ഗുണാചാര സംയുക്തനായി നീതിജ്ഞനായി നിജദേശിക വാക്യസ്ഥിതനായി സുശീലനായി ആശയശുദ്ധനായി വിദ്യാനിരതനായി ശിഷ്ടനായുള്ളവനെന്നങ്ങിരിക്കലും ദുഷ്ടസംഗം കൊണ്ടു കാലാന്തരത്തിനാൽ സജ്ജനനിന്ദ്യനായി വന്നുകൂടും ദൃഢം ദുർജന സംസർഗമേറ്റമകലവേ വർജിക്ക വേണം പ്രയത്നേന സൽപുമാൻ കജ്ജളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം. കജ്ജളം എന്നാൽ വിളക്കിലെ ആ കരിമഷിയാണ്. തിരി കത്തുമ്പോൾ ഉണ്ടാകുന്ന ആ കറുത്ത മഷിയില്ലേ, ആ മഷി പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭമായി തീരും. അതുപോലെ ദുഷ്ടസംസർഗം കൊണ്ട് എത്ര നല്ലവരാണെങ്കിലും ആ സജ്ജനങ്ങൾ നിന്ദ്യരായി തീരുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വേറൊരു ആപ്തവാക്യം കൂടി ശ്രദ്ധിക്കുക. വൃശ്ചികസ്യ വിഷം പുച്ഛം മക്ഷികായാം വിഷം ശിര തക്ഷകസ്യ വിഷം ദന്തം സർവാംഗം ദുർജനസ്യ ച. ഈച്ചയ്ക്ക് തലയിൽ വിഷം, തേളിന് വാലിൽ വിഷം. അതുപോലെ തക്ഷകനെ ഇവിടെ സർപ്പങ്ങളെ മൊത്തത്തിൽ പറഞ്ഞിരിക്കുകയാണ്. തക്ഷകസ്യ വിഷം ദന്തം എന്ന് പറഞ്ഞിരിക്കുന്നത് പാമ്പുകൾക്ക് പല്ലിൽ മാത്രമേ വിഷമുള്ളൂ. ഇവയെല്ലാം വിഷജന്തുക്കളാണെങ്കിലും പക്ഷേ സർവാംഗം ദുർജനസ്യ ച, ദുർജനങ്ങൾക്ക് അതായത് ദുഷ്ടന്മാർക്ക് സർവ്വ അവയവങ്ങളിലും വിഷമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദുഷ്ടസംസർഗം ഉണ്ടാകാതെ നാം ഈ കലിയുഗത്തിലും ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇവിടെ മന്ധരയുടെ സംസർഗം കൊണ്ട് കൈകേയിക്ക് ഈ ദുഷ്ടബുദ്ധി തോന്നിയതിനെയാണ് പറഞ്ഞിരിക്കുന്നത്. ദശരഥ മഹാരാജാവാകട്ടെ അന്തഃപുരത്തിലെത്തിയപ്പോൾ പ്രിയ പത്നിയായ കൈകേയിയെ കാണാതെ വളരെയധികം വിഷമിച്ചു. എന്നിട്ട് ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഞാൻ അന്തഃപുരവാതിൽക്കൽ എത്തുമ്പോൾ പുഞ്ചിരിയോടെ സ്വീകരിക്കാറുള്ള കൈകേയിയെ ഇന്ന് കാണാനില്ലല്ലോ, എന്ത് സംഭവിച്ചു? അദ്ദേഹം പരിചാരികമാരെ വിളിച്ച് അന്വേഷിക്കുമ്പോൾ മഹാറാണി ക്രോധാലയം ഗമിച്ചിരിക്കുന്നു എന്നും കാരണം എന്താണെന്ന് അറിയില്ലെന്നും അതുകൊണ്ട്
ദേവിയോട് നേരിട്ട് പോയി തിരക്കിയാലും എന്ന് മഹാരാജനോട് അറിയിക്കുകയാണ്. മഹാരാജാവ് ഭയത്തോടെ ദേവിയുടെ അടുത്ത് ചെന്നിരുന്ന് തലോടിക്കൊണ്ട്, പ്രിയേ, ചെളിയും പൊടിയും നിറഞ്ഞ ഈ വെറും തറയിൽ ഇങ്ങനെ ദുഃഖിതയായി കിടക്കുവാൻ എന്താണ് കാരണം? ഒട്ടും മടിക്കാതെ പറയൂ. എൻ്റെ പ്രജകൾ ആരും നിന്നോട് അപ്രിയം ചെയ്യുകയില്ലല്ലോ. നരനാണോ നാരിയാണോ ആരാണ് നിന്നോട് അപ്രിയം പ്രവർത്തിച്ചത്? അവനെ ദണ്ഡിക്കണോ അതോ വധിക്കണോ? നീ പറഞ്ഞാൽ മതി. നീ പറഞ്ഞാൽ ഞാൻ എന്തും അതേപോലെ ചെയ്യും. നിർധനനെ ധനവാനാക്കും, ധനവാനെ നിർധനനാക്കണോ? അതേപോലെ ചെയ്യും. അതുപോലെ അവധ്യനെ വധ്യനുമാക്കിയിടാം. എൻ്റെ ഈ ജീവിതം തന്നെ നിനക്ക് അധീനമാണല്ലോ ദേവി. എൻ്റെ പ്രാണനേക്കാൾ എനിക്ക് പ്രിയപ്പെട്ട രാമനാണേ സത്യം. നിൻ്റെ ഇഷ്ടം എന്താണോ അത് ഞാൻ സാധിച്ചു തരും. പറയൂ പ്രിയേ. രാജാവ് സത്യം ചെയ്തയുടൻ കൈകേയി നിലത്തുനിന്നും ചാടി എഴുന്നേറ്റിരുന്ന് വരങ്ങളെ ആവശ്യപ്പെടുകയാണ്. ഭരതനെ രാജാവായി വാഴിക്കണമെന്നും മറ്റേത് രാമൻ വനവാസത്തിന് തന്നെ ഗമിക്കണമെന്നുള്ളതും. രാമൻ ജടാവൽക്കലം ധരിച്ച് ഒന്നും രണ്ടുമല്ല 14 സംവത്സരം താപസവേഷത്തോടെ വനത്തിൽ വാഴണം. ഫലമൂലങ്ങൾ ഭക്ഷിച്ച് ഒരിക്കൽ പോലും ജനപഥങ്ങളിലേക്ക് പ്രവേശിക്കാതെ വാഴണമെന്നാണ് പറഞ്ഞത്. ഇത് കേട്ടയുടൻ പാവൻ രാജാവ് മൂർച്ഛിച്ച് താഴെ വീഴുകയാണ്. അല്പസമയത്തിന് ശേഷം ഉണർന്നെഴുന്നേറ്റു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ സ്വപ്നമാണ് കണ്ടത് എന്ന് തോന്നുന്നല്ലോ. എന്ത് ദുസ്വപ്നമാണിത്? ദുസ്സഹമായ വാക്കുകൾ എവിടെ നിന്നാണ് കേട്ടത്? ആരാണ് പറഞ്ഞത്? അതോ എനിക്ക് ചിത്തഭ്രമം പിടിപെട്ടോ? ശങ്കര, പരമേശ്വര, എൻ്റെ മൃത്യുസമയം അടുത്തോ? അല്ലയോ പങ്കജലോചന, പരബ്രഹ്മമൂർത്തേ, ഇങ്ങനെ വിചാരിച്ചു. പിന്നീട് കൈകേയിയെ നോക്കി കടുവയെപ്പോലെ തോന്നിച്ചു കൈകേയിയെ. അങ്ങനെ അവളെ നോക്കി ഭയത്തോടെ ഇങ്ങനെ പറഞ്ഞു, ഭദ്രേ, നീ ഇപ്രകാരം പറയാൻ ആ രാമൻ നിന്നോട് എന്ത് അപരാധമാണ് ചെയ്തത്? നമുക്ക് മൃത്യുവിന് സമമായ പ്രാണഹാനികരമായ ഇപ്രകാരമുള്ള വാക്കുകൾ പറയാൻ എന്താണ് കാരണം? മുൻപെല്ലാം രാമൻ്റെ ഗുണഗണങ്ങളെ വർണ്ണിച്ച് പറഞ്ഞതെല്ലാം ശുദ്ധ നുണയായിരുന്നു. നിന്നെയെയും കൗസല്യയെയും അവന് വ്യത്യാസമില്ലെന്ന് പറഞ്ഞതും കള്ളമായിരുന്നു. അങ്ങനെയുള്ള നിനക്കിപ്പോൾ ഇങ്ങനെ തോന്നാൻ എന്താണ് കാരണം? നിന്റെ മകനായ ഭരതന് ഞാൻ രാജ്യം കൊടുക്കാം. പക്ഷേ രാമനെ കാട്ടിലയക്കാൻ നിനക്കെന്താ ഇത്ര താല്പര്യം? അവൻ പോകണമെന്നുണ്ടോ? അവനെ നീ ഭയപ്പെടുകയേ വേണ്ട. അവൻ ഭരതന് ഒരു ദോഷവും ചെയ്യില്ല. ഇങ്ങനെ പറഞ്ഞ് കരഞ്ഞ് ആ കൈകേയിയുടെ കാൽക്കലേക്ക് വീഴുകയാണ് മഹാരാജാവ്. ക്രോധവും താപവും കൊണ്ട് ചുവന്ന കണ്ണുകളോടെ കൈകേയി ഇങ്ങനെ പറഞ്ഞു, മഹാരാജൻ, അങ്ങേക്ക് ഭ്രാന്ത് പിടിച്ചോ? ഇതുപോലെ അസത്യവാക്യങ്ങൾ ചെയ്യുന്നത് അവിടത്തേക്ക് യോജിച്ചതാണോ? ഇപ്പോഴല്ലേ 2 വരങ്ങൾ നൽകാമെന്ന് എനിക്ക് സത്യം ചെയ്തു തന്നത്. രാമൻ രാവിലെ വനത്തിന് പോയില്ലെങ്കിൽ ഞാൻ എൻ്റെ പ്രാണൻ ത്യജിക്കും. ദശരഥ മഹാരാജാവ് സത്യസന്ധനാണ് എന്ന വാക്ക് നിലനിർത്തണം. അസത്യം പ്രവർത്തിച്ചിട്ട് അതിന്മൂലമുണ്ടാകുന്ന യാതനകൾ അനുഭവിക്കേണ്ട. രാമനാണേ സത്യം എന്നാണയിട്ടതല്ലേ. വീണ്ടും ഇതെല്ലാം ഓർത്ത് രാജാവ് മോഹിച്ചു വീഴുകയാണ്. പിന്നെ ഉണർന്നപ്പോൾ രാമ രാമ എന്ന് കരഞ്ഞും മണ്ണിൽ കിടന്നും ഉണർന്നും ഒരുവിധം ആ രാത്രി 1 വർഷം പോലെ കഴിച്ചുകൂട്ടി. ഇതേ സമയം പുറത്ത് രാജ്യം മുഴുവൻ അഭിഷേക കോലാഹലം നടക്കുകയാണ്. ക്ഷണിക്കപ്പെട്ട രാജാക്കന്മാരെല്ലാം എത്തിച്ചേർന്നു. വസിഷ്ഠമുനി നിർദ്ദേശിച്ചവയെല്ലാം സജ്ജമാക്കിയിരുന്നു. ആബാലവൃദ്ധം ജനങ്ങളും ഉത്സവം കൊണ്ടാടുന്നത് പോലെ ആഹ്ലാദ തിമിർപ്പിലാണ്. അവരെല്ലാം സർവാലങ്കാര വിഭൂഷിതനായ മഹാരാജാവ്, അതായത് ആ മഹാരാജാവിനാൽ അനുഗതനായി അവരുടെ യുവരാജാവായ ശ്രീരാമനെ കാണാൻ കാത്തിരിക്കുകയാണ്. ആ ഭഗവാൻ പുലർകാലത്ത് ലക്ഷ്മണനോടും ലക്ഷ്മീ ഭഗവതിയായ സീതാദേവിയോടും കൂടി ആനപ്പുറത്ത് കയറി തങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് കാണാമെന്നുള്ള പ്രതീക്ഷയോടെ എല്ലാവരും, ഈ രാത്രിക്ക് എന്ത് നീളമാണ്, അവസാനിക്കുന്നില്ലല്ലോ, രാക്ഷസിയായ രാത്രി അവസാനിക്കാത്തതെന്ത് എന്ന് വിഷാദത്തോടും ഭഗവാനെ ദർശിക്കാമെന്നുള്ള സന്തോഷത്തോടും ഇന്ന് സൂര്യൻ ഉദിക്കാൻ താമസിക്കുന്നതെന്ത് എന്ന് ഉത്കണ്ഠയോടും പരമാനന്ദാമൃതമാകുന്ന ആ സാഗരത്തിൽ മുങ്ങിയും പൊങ്ങിയും അത്യന്തം ഉത്സാഹത്തോടെ ഭഗവാനെ പ്രതീക്ഷിച്ചിരുന്നു. എല്ലാവരുടെയും കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് പിറ്റേന്ന് നേരം പുലരുകയാണ്. മന്ത്രിമുഖ്യനായ ആ സുമന്ത്രർ, രാജാവ് ഇനിയും പള്ളിക്കുറിപ്പുണർന്നില്ലല്ലോ, എന്താണ് ഇന്ന് കാരണമെന്ന് ചിന്തിച്ച് വേഗം അന്തഃപുരത്തിലെത്തുന്നു. സൂര്യവംശഭൂപതേ ജയ ജയ എന്ന് ജയഘോഷത്തോടെ അങ്ങോട്ട് വന്ന സുമന്ത്രർ രാജാവിനെ കണ്ട് അന്തം വിട്ടുപോയി. കാരണം ദുഃഖിതനായി കണ്ണുനീര് ഒഴുക്കിക്കൊണ്ട് പൊടിയും ചെളിയും പറ്റിയ ആ തറയിൽ കിടക്കുന്ന രാജാവിനെയാണ് സുമന്ത്രർ കാണുന്നത്. രാജാവിൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണമെന്തെന്ന് കൈകേയിയോട് തിരക്കുന്നു. ദേവനാരീസമേ, രാജപ്രിയതമേ, ദേവി കൈകേയി മഹാറാണി ജയ ജയ, രാജാവിൻ്റെ ഈ അവസ്ഥയ്ക്ക് എന്താണ് കാരണം എന്നരുളിയാലും. കൈകേയി ഉടനെ സുമന്ത്രരോട് ഇപ്രകാരം പറഞ്ഞു,
ഇന്നലെ രാത്രി മഹാരാജാവിന് ഉറക്കമുണ്ടായില്ല. മനസ്സിന് സുഖമില്ലാത്തതുകൊണ്ട് അസ്വസ്ഥനായിരുന്നു. രാമ രാമ എന്ന് വിളിക്കുകയും എപ്പോഴും രാമനെ തന്നെ ചിന്തിക്കുകയും ചെയ്ത് ശരിയായി ഉറങ്ങാതിരുന്നതിനാൽ അത്യന്തം വ്യാകുലനാണ് അദ്ദേഹം. രാമനെ കാണാതെ വല്ലാതെ ദുഃഖിച്ചിരിക്കുകയാണ് അദ്ദേഹം. മന്ത്രി സത്തമ്മ, വേഗം പോയി രാമനെ കൊണ്ടുവരൂ. രാമകുമാരനെ കൊണ്ടുവരാമായിരുന്നു, പക്ഷേ രാജാവിൻ്റെ ആജ്ഞയില്ലാതെ ഞാനെങ്ങനെ പോകും രാജീവലോചനെ എന്ന് കൈകേയിയോട് ചോദിച്ചു. ഇത് കേട്ട രാജാവ് സുമന്ത്രരോട് രാമകുമാരനെ വരുത്താൻ ആജ്ഞാപിക്കുന്നു. സുമന്ത്രർ രാമനെ വിവരം അറിയിക്കുന്നു. ശ്രീരാമൻ തൻ്റെ സഹോദരനായ ലക്ഷ്മണനോടുകൂടി തേരിൽ കയറി രാജാവിനെ കാണാൻ എത്തുന്നു. ദശരഥ മഹാരാജാവിന് സമീപമെത്തിയ ശ്രീരാമനും ലക്ഷ്മണനും സാഷ്ടാംഗം വീണ് നമസ്കരിച്ച് പാദദ്വയങ്ങളും വന്ദിക്കുന്നു. രാമനെ ചെന്നെടുത്ത് ആലിംഗനം ചെയ്യുവാനായി എഴുന്നേറ്റ് വീണ്ടും ബോധരഹിതനായി വീഴുകയാണ് ദശരഥ മഹാരാജാവ്. ഇത് കണ്ട രാമകുമാരൻ പിതാവിനെ എടുത്ത് തൻ്റെ മടിയിൽ കിടത്തി പിതാവിന് എന്താണ് ഇങ്ങനെ വരാനെന്ന് ആലോചിക്കുന്നു. ഇത് കണ്ട സ്ത്രീജനങ്ങൾ വർദ്ധിച്ച സങ്കടത്തോടെ അലമുറയിടുകയാണ്. ഈ കരച്ചിൽ കേട്ട് വസിഷ്ഠ മുനീന്ദ്രനും തൽക്ഷണം അവിടേക്ക് എത്തിച്ചേരുന്നു. രാമകുമാരൻ പിതാവിൻ്റെ ദുഃഖകാരണം എന്തെന്ന് വീണ്ടും അന്വേഷിക്കുന്നു. കൈകേയി ഉടനെ ഇങ്ങനെ പറയുകയാണ്: നിന്റെ താതൻ്റെ ദുഃഖത്തിന് കാരണം നീ തന്നെയാണ് കുമാര. ഈ ഭൂമിയിൽ ജനങ്ങൾക്ക് സുഖം ദുഃഖത്തിന് കാരണമാകുന്നു. ആ ദുഃഖത്തിന് അറുതി വരുത്തുവാൻ നീ തന്നെ വിചാരിക്കണം. എൻ്റെ ഭർത്താവിൻ്റെ ദുഃഖോപശാന്തിക്ക് വേണ്ടുന്ന കർമ്മങ്ങൾ നിന്നാൽ തന്നെയാണ് ചെയ്യപ്പെടേണ്ടത്. സത്യവാദിയായ സത്യസന്ധനായ പിതാവിന് തൻ്റെ വാക്ക് പാലിക്കാൻ, തൻ്റെ സത്യത്തിൽ നിന്നും വ്യതിചലിക്കാതിരിക്കാൻ പുത്രന്മാരിൽ ജ്യേഷ്ഠനായ നീ തന്നെ വേണ്ടത് ചെയ്യണം. പണ്ട് നിന്റെ പിതാവ് എനിക്ക് 2 വരം നൽകാമെന്ന് പറഞ്ഞിരുന്നു. അവ രണ്ടും ഞാൻ ഇന്ന് ചോദിച്ചു വാങ്ങിക്കുകയും ചെയ്തു. നിന്നോടത് പറയാനുള്ള സങ്കോചം മൂലമാണ് അദ്ദേഹം വിഷമിക്കുന്നത്. സത്യം എന്ന പാശത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് നിന്റെ പിതാവ്. അദ്ദേഹത്തെ അതിൽ നിന്നും, ആ ബന്ധനത്തിൽ നിന്നും മോചിപ്പിക്കാൻ യോഗ്യനായവൻ നീ തന്നെയാണ്. പും എന്ന നരകത്തിൽ നിന്നും താതനെ ത്രാണനം ചെയ്ത് പുത്രൻ എന്ന നാമം അന്വർത്ഥമാക്കൂ കുമാര. ഇതാ ബ്രഹ്മപിതാമഹൻ പറഞ്ഞതാണ്. കൈകേയിയായ ആ മാതാവിൻ്റെ വാക്കുകൾ ശ്രീരാമകുമാരന് തൻ്റെ കാതുകളിൽ ശൂലം കുത്തി കയറുന്നത് പോലെയാണ് അനുഭവപ്പെട്ടത്. ഇത്രയൊക്കെ പറയണമോ മാതാവേ? താതന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. മാതാവിനെ തന്നെയും സീതയെ തന്നെയും, എന്തിനേറെ എൻ്റെ ജീവൻ തന്നെയും ഞാൻ ത്യജിക്കും. പിതാവ് പറഞ്ഞാൽ ഈ രാജ്യം പോലും ഒട്ടും ഖേദമില്ലാതെ ഞാൻ ഉപേക്ഷിക്കും. ലക്ഷ്മണനെ ഉപേക്ഷിക്കണോ, അതോ അഗ്നിയിൽ ചാടണോ, വിഷം കുടിക്കണോ? പിതാവിന് വേണ്ടി എന്തും ചെയ്യും, ഒരു സംശയവും വേണ്ട. അഥവാ ഇനി താതൻ ആവശ്യപ്പെട്ടില്ല എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഇഷ്ടങ്ങൾ അറിഞ്ഞ് സന്തോഷത്തോടെ പ്രവർത്തിക്കുന്നവനാണ് ശ്രേഷ്ഠനായ ഉത്തമനായ പുത്രൻ. ആജ്ഞയനുസരിച്ച് പിതാവിനാൽ നിയുക്തനായിട്ട് പ്രവർത്തിക്കുന്നവനാണ് മധ്യമനായ പുത്രൻ. ഇനി താതൻ പറഞ്ഞിട്ടും ഇത് തൻ്റെ കർത്തവ്യമല്ലെന്ന് കരുതി അടങ്ങിയിരിക്കുന്നവൻ അധമനുമാകുന്നു. ഇതാണ് സജ്ജനങ്ങൾ പറയുന്നത്. ഇപ്പോൾ എനിക്കെല്ലാം അറിയാം. ആകയാൽ താത നിയോഗം എന്താണോ അത് നിറവേറ്റാൻ എനിക്കൊരു വിഷമവുമില്ല. സത്യം കരോമ്യഹം, ഇത് മറിച്ചാകയില്ല. രാമൻ്റെ പ്രതിജ്ഞയെ കേട്ടിട്ട് കൈകേയി പെട്ടെന്ന് ഇപ്രകാരം പറഞ്ഞു: നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വസ്തുക്കൾ കൊണ്ട് നീ ഭരതന് അഭിഷേകം നടത്തണം. രണ്ടാമതൊന്നുകൂടി ചെയ്യേണ്ടതുണ്ട്. 14 സംവത്സരങ്ങൾ നീ താപസവേഷം ധരിച്ച് വനത്തിൽ വസിക്കണം. ഇക്കാര്യങ്ങൾ നിന്നോട് ആവശ്യപ്പെടാൻ മന്നവന്, അതായത് രാജാവിന് സങ്കോചമുണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ ദുഃഖകാരണം. രാമൻ പറയുകയാണ്: അമ്മേ, ഒട്ടും വിഷമം എനിക്കില്ല. അമ്മ ആവശ്യപ്പെട്ടതുപോലെ തന്നെ ഭരതനെ അഭിഷേകം ചെയ്യാം, യുവരാജാവാക്കാം. ഞാൻ വനത്തിലേക്ക് വൈകാതെ തന്നെ പോവുകയും ചെയ്യാം. ഇതെന്നോട് പറയാതെ എന്തിനാണ് പിതാവ് ദുഃഖിക്കുന്നത്? രാജ്യത്തെ രക്ഷിപ്പതിന് ഭരതൻ മതിയല്ലോ. രാജ്യം ഉപേക്ഷിക്കുന്നതിന് ഞാനും മതിയാകും. ഈ രാജ്യം ഭരിക്കുന്നത് വളരെ വിഷമകരമാണ്. എന്നാൽ ദണ്ഡകവനത്തിന് പോകുന്നത് എനിക്ക് വളരെ എളുപ്പവുമാണ്. ഈ ഭാഗത്ത് രാമായണത്തിൽ ആകാശഗംഗയെ പാതാള ലോകത്ത് കൊണ്ടുചെന്നാക്കി തൻ്റെ പിതാമഹന്മാർക്ക് മോക്ഷം കൊടുത്ത് തൃപ്തി വരുത്തിയ ഭഗീരഥൻ്റെ കഥയും പിതാവിൻ്റെ ജരാനരകൾ ഏറ്റുവാങ്ങി യൗവനം കൊടുത്ത പൂരുവിൻ്റെ കഥയും ഉദ്ധരിക്കുന്നുണ്ട്. സൂര്യവംശത്തിൽ പിറന്ന രാജാവായിരുന്നു സഗരൻ. അദ്ദേഹം വളരെയധികം ധർമ്മിഷ്ഠനായിരുന്നു. സന്താന ലാഭത്തിനായി ആഗ്രഹിച്ചുവെങ്കിലും വളരെ കാലം പ്രതീക്ഷിച്ചിട്ടും സന്താനങ്ങൾ ഉണ്ടായില്ല. 2 ഭാര്യമാരുണ്ടായിരുന്നു അദ്ദേഹത്തിന്. ഒന്നാമത്തേത് വൈദർഭപുത്രിയായ കേശിനി, രണ്ടാമത്തവൾ അരിഷ്ടനേമിയുടെ പുത്രിയായ സുമതി. ഈ സുമതിയുടെ സഹോദരനായിരുന്നു സുപർണൻ. ഈ 2 ഭാര്യമാരോടൊന്നിച്ച് സഗരൻ ഹിമാലയത്തിൽ തപസ്സാരംഭിച്ചു പുത്രലാഭത്തിനായി. അങ്ങനെ തപസ് കണ്ട്
സന്തുഷ്ടയായി സരസ്വതീ ദേവി വന്ന് വരം നൽകുകയാണ്. അങ്ങേക്ക് അനേകം സന്താനങ്ങളുണ്ടാകും, പാരിൽ നിസ്തുല കീർത്തിയും ലഭിക്കും. ഭാര്യമാരിൽ ഒരുവൾ വംശവൃദ്ധിക്കുതകുന്ന ഒരു പുത്രനെ പ്രസവിക്കും, രണ്ടാമത്തവൾ 60,000 പുത്രന്മാരെ പ്രസവിക്കും. ഇത് കേട്ട് പ്രീതി പൂണ്ട രാജപുത്രിമാർ തൊഴുകയോട് ചോദിച്ചു, ബ്രഹ്മാവേ, ആർക്കാണ് ഒരു പുത്രനുണ്ടാവുക? അനേകം മക്കളെ പ്രസവിക്കുന്നത് ഞങ്ങളിൽ ആരാണ്? ഇതറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. അവിടുത്തെ വാക്ക് ഏതായാലും സത്യമായി ഭവിക്കട്ടെ. ഇതിന് അദ്ദേഹം മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്: സരസ്വതീ ദേവിയാണ് ഭജിച്ചത്. സരസ്വതീ ദേവി ബ്രഹ്മാവിൻ്റെ സഹധർമ്മിണിയാണെന്ന് അറിയാമല്ലോ. ആ സഹധർമ്മിണി സമേതനായിട്ടാണ് ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഇവിടെ മറുപടിയായിട്ട് ദേവി ഇങ്ങനെ പറഞ്ഞു, അത് ഇഷ്ടം പോലെയാകാം. അതായത് ഒരു സത്പുത്രൻ വേണോ, അതായത് കീർത്തിമാന്മാരും ബലവാന്മാരുമായ അനേകം പേര് വേണോ എന്നുള്ളത് നിങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ കേശിനി ഒരു പുത്രനെ സ്വീകരിക്കുകയും സുവർണ സഹോദരിയായ സുമതി 60,000 പുത്രന്മാരെ പ്രസവിക്കുകയും ചെയ്തു. അങ്ങനെ ഈ സരസ്വതീ ദേവിയെയും ബ്രഹ്മദേവനെയും കുമ്പിട്ട് ഭാര്യമാരോടൊത്ത് സഗരൻ കൊട്ടാരത്തിലേക്ക് മടങ്ങുന്നു. പുത്രന്മാരെല്ലാം വളർന്നു വലുതായിക്കൊണ്ടിരുന്നു. അവർ കൗമാരാവസ്ഥയിൽ കഴിഞ്ഞ് യൗവനാവസ്ഥയിലേക്ക് കാലെടുത്ത് വെക്കുന്ന സമയം പുത്രന്മാരിൽ ജ്യേഷ്ഠപുത്രനായ അസമഞ്ജൻ പതിവായി കുട്ടികളെ പിടിച്ച് സരയൂ നദിയിൽ എറിഞ്ഞ് രസിക്കുമായിരുന്നു. കുട്ടികൾ വെള്ളത്തിൽ മുങ്ങി താഴുന്നത് കണ്ട് ചിരിച്ച് രസിച്ചിരിക്കും. ഇങ്ങനെ സജ്ജനദ്രോഹിയായും പാപിയായും മാറിയ ആ പുത്രനെ സഗരൻ നാടുകടത്തുകയാണ്. അസമഞ്ജൻ്റെ പുത്രൻ അംശുമാൻ സർവ്വലോക സമ്മതനും പ്രിയങ്കരനുമായിരുന്നു എല്ലാവർക്കും. പല കാലം കഴിഞ്ഞ് സഗരന് ഒരു യാഗം ചെയ്യണമെന്ന് തോന്നുകയാണ്. വേദജ്ഞനായ സഗരൻ പുരോഹിതരുമായി കൂടിയാലോചിച്ച് യാഗം ചെയ്യാൻ ഒരുങ്ങി. അശ്വമേധയാഗ സമയത്ത് യാഗാശ്വത്തെ അഴിച്ചുവിട്ടു. ഇന്ദ്രൻ യാഗാശ്വത്തെ മോഷ്ടിക്കാൻ തീരുമാനിക്കുന്നു. യാഗം അപൂർണമാകണം, അതായിരുന്നു ഇന്ദ്രൻ്റെ ഉദ്ദേശം. അശ്വത്തെ മോഷ്ടിക്കുകയും അതിനെ ധ്യാനത്തിലായിരുന്ന കപില മുനിയുടെ ആശ്രമത്തിൽ ഉപേക്ഷിക്കുകയും ചെയ്തു. കപിലൻ്റെ ആശ്രമത്തിന് വെളിയിൽ ഒരു മരത്തിൽ കെട്ടിയിടപ്പെട്ട നിലയിൽ അശ്വത്തെ കണ്ടെത്തുകയാണ് സഗരൻ്റെ ഈ 60,000 മക്കളും. അവർ വിചാരിച്ചത് കപില മഹർഷിയാണ് അശ്വത്തെ മോഷ്ടിച്ചതെന്ന്. അവർ കപില മഹർഷിയെ ധ്യാനത്തിൽ നിന്നുണർത്തുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു. ഇവിടെ നിരപരാധിയാണ് കപില മഹർഷി. അദ്ദേഹം സഗരപുത്രന്മാരെ ശപിച്ച് ഭസ്മമാക്കി കളഞ്ഞു. ഇവിടെ ഈ സഗരപുത്രന്മാർ അവസാന കർമ്മങ്ങളൊന്നും സ്വീകരിക്കാതെ പ്രേതാത്മാക്കളായി അലഞ്ഞുതിരിഞ്ഞു. അംശുമാൻ, ദിലീപൻ തുടങ്ങിയ സൂര്യവംശ രാജാക്കന്മാർ പിതൃക്കളെ തൃപ്തിപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല. അവസാനം സൂര്യവംശത്തിലെ തന്നെ ദിലീപൻ്റെ മകനായ ഭഗീരഥൻ തൻ്റെ പ്രപിതാമഹന്മാരുടെ ആത്മാക്കൾക്ക് മോക്ഷം നൽകാനായി രാജ്യഭാരം മന്ത്രിമാരെ ഏൽപ്പിച്ച് ആദ്യം തന്നെ കപില മഹർഷിയുടെ ആശ്രമത്തിൽ എത്തിച്ചേരുകയും വിനീതനായി അദ്ദേഹത്തോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം തൻ്റെ പ്രപിതാക്കന്മാരുടെ മുക്തിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, ആകാശഗംഗാജലം തളിക്കണം. ഈ ആകാശഗംഗ ബ്രഹ്മാവിൻ്റെ കമണ്ഡലുവിലാണ് ഇരിക്കുന്നത്. ആ ആകാശഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് അത്ര ക്ഷിപ്രസാധ്യമായ കാര്യമല്ല എന്നറിയിക്കുന്നു. ഭഗീരഥൻ ബ്രഹ്മാവിനെ പ്രീതിപ്പെടുത്തുന്നതിനായി കഠിനമായ തപസ് ആരംഭിക്കുകയാണ്. മാസത്തിൽ ഒരിക്കൽ മാത്രം ആഹാരം കഴിച്ച് പഞ്ചാഗ്നി മധ്യത്തിൽ ഊർധ്വബാഹുവായി അനേകായിരം വർഷം ഘോര തപസ്സിലേർപ്പെട്ടു. ഭഗീരഥൻ്റെ തപസ്സിൽ പ്രീതനായ ബ്രഹ്മദേവൻ ദേവഗണങ്ങളോടൊത്തു വന്ന് വരം കൊടുക്കുകയാണ്. എന്ത് വേണമെങ്കിലും ചോദിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. ഭഗീരഥൻ കൈകൂപ്പിക്കൊണ്ട് അറിയിച്ചു, ഭഗവൻ എന്നിൽ പ്രീതനായെങ്കിൽ, എൻ്റെ തപസ്സിന് ഫലമുണ്ടെങ്കിൽ സഗരപുത്രന്മാരേവരും എൻ്റെ കയ്യാൽ ജലം സ്വീകരിച്ച് തൃപ്തരാകുമാറാകട്ടെ. എൻ്റെ പിതാമഹന്മാരുടെ ഭസ്മരാശി ഗംഗാജലം കൊണ്ട് നനയ്ക്കപ്പെട്ട് അവർ സ്വർഗം പ്രാപിക്കുമാറാകട്ടെ. ദേവാ, ഞങ്ങളുടെ വംശം നശിക്കാതിരിക്കാൻ സന്താന ലാഭത്തിനായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇതാണ് എനിക്ക് വേണ്ടത് എന്ന് പറയുന്നു. ഇപ്രകാരം അപേക്ഷിച്ച രാജാവിനോട് ഭഗീരഥ, നിൻ്റെ മനോരഥം വളരെ വലുതാണ്, അത് അങ്ങനെ തന്നെ ഭവിക്കട്ടെ, നിനക്ക് മംഗളം ഭവിക്കട്ടെ. ഹിമവാന്റെ ജ്യേഷ്ഠപുത്രിയാണ് ഗംഗ. ഗംഗയെ താങ്ങാൻ ശിവനെ സന്നദ്ധനാക്കിയാലും ഗംഗയുടെ പതനം ഭൂമിക്ക് താങ്ങാനാവുന്നതല്ല. അത് താങ്ങാൻ ശിവനെ അല്ലാതെ മറ്റാരെയും ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് നീ ആദ്യം ശിവനെ ഭജിച്ച് പ്രീതനാക്കുവിൻ എന്ന് പറഞ്ഞു. അതനുസരിച്ച് മഹേശ്വരനെ ഭജിക്കുകയാണ് ഭഗീരഥൻ. ഭഗീരഥനിൽ സംപ്രീതനായ മഹാദേവൻ തൻ്റെ ജടയിലേക്ക് ഗംഗയെ ആവാഹിച്ച് തൻ്റെ ശക്തിയെ കുറച്ച് ഭൂമിയിലേക്ക് ഒഴുകാൻ അനുവദിക്കുന്നു. ഈ ഒഴുക്കിൽ ജാന്നു മഹർഷിയുടെ ആശ്രമത്തിലൂടെ
പോവുകയും മഹർഷി ഗംഗാജലം കുടിച്ചു പറ്റിക്കുകയും ചെയ്യുകയാണ്. ദേവന്മാർ ജാനു മഹർഷിയോട് യഥാർത്ഥ വിവരങ്ങൾ ധരിപ്പിക്കുമ്പോൾ വീണ്ടും ഗംഗയെ ഒഴുകുവാൻ അനുവദിക്കുന്നു. ഗംഗ ജാനു മഹർഷിയെ പിതാവായി കരുതുകയും അന്നു മുതൽ ജാഹ്നവി എന്ന പേരിൽ കൂടി അറിയപ്പെടുകയും ചെയ്യുന്നു. ജാഹ്നുവിൻ്റെ മകൾ എന്നാണ് ജാഹ്നവി എന്ന വാക്കിനർത്ഥം. ഭഗീരഥൻ തൻ്റെ പൂർവികന്മാർക്ക് അങ്ങനെ മോക്ഷം നൽകി. ഭഗീരഥൻ്റെ ആ നിശ്ചയദാർഢ്യമാണ് നാം അറിയുന്ന ഭഗീരഥ പ്രയത്നം, അതായത് വളരെ പ്രയാസമേറിയ കാര്യം എന്നർത്ഥം. ആകാശഗംഗയെ ഭൂമിയിൽ എത്തിച്ച് തൻ്റെ പൂർവ്വ പിതാമഹന്മാർക്ക് മോക്ഷം കൊടുക്കാൻ ഭഗീരഥന് കഴിയുമെങ്കിൽ തൻ്റെ പിതാവിനെ യൗവനം കൈമാറി വാർദ്ധക്യം സ്വീകരിക്കാൻ പൂരുവിന് കഴിയുമെങ്കിൽ എനിക്കും ഇതെല്ലാം വെറും നിസ്സാരമായ കാര്യങ്ങളാണ് എന്ന് ശ്രീരാമൻ പിതാവിനെ അറിയിക്കുകയാണ്. തൻ്റെ പിതാവിനെ തൃപ്തിപ്പെടുത്തുന്നവർ, പിതൃഹിതം നിറവേറ്റുന്നവർ പിന്നീട് ദിവ്യന്മാരായി ഭവിക്കും. പിതാവേ, അങ്ങ് എന്തിനാണ് ഈ നിസ്സാര കാര്യമോർത്ത് വിഷമിക്കുന്നത്? ഒട്ടും തന്നെ ഖേദം വേണ്ട. ഇത്രയും പറഞ്ഞ ശ്രീരാമനോട് ദശരഥൻ പറയുകയാണ്, സ്ത്രീജിതനായി സ്ത്രീകളിൽ അമിതമായ ആസക്തിയുണ്ടായിട്ട് അധമനായി തീർന്ന എന്നെ ഒരു കയറെടുത്ത് കെട്ടിയിട്ട്, കുമാര നീ രാജ്യഭാരം ഏറ്റെടുക്കുക. അങ്ങനെ ചെയ്യുന്നതിനാൽ ഒരു ദ്വേഷവും നിനക്ക് വരികയില്ല. ഞാൻ കുമാരനെ രാജാവാക്കിയാൽ അത് സത്യപ്രതിജ്ഞാലംഘനമാകും. കുമാരൻ തന്നെ സ്വയം രാജാവായാൽ അങ്ങനെ ആവില്ലല്ലോ. ഇങ്ങനെ പറഞ്ഞതിന് ശേഷം രാമനെ ചേർത്ത് പിടിച്ച്, രാമ, ഞാൻ നിന്നെ പിരിഞ്ഞ് എങ്ങനെ കഴിയും? എൻ്റെ പ്രാണനായ നീ ആ ഘോരവനത്തിൽ എങ്ങനെ കഴിയും? ഇടയ്ക്കിടെ കണ്ണുനീര് തുടച്ചും പിന്നെ രാമനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞും കണ്ടു നിൽക്കുന്നവരും കൂടി കരയാൻ തുടങ്ങി. രാമൻ തണുത്ത ജലമെടുത്ത് രാജാവിൻ്റെ മുഖം തുടച്ചു കൊടുത്തതിന് ശേഷം ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. എന്നിട്ട് ഇങ്ങനെ പറയുകയാണ്, എന്തിനാണ് പിതാവ് വെറുതെ ദുഃഖിക്കുന്നത്? ഇതെന്തൊരു ശിക്ഷയാണ്? അവിടുന്ന് പറഞ്ഞതുപോലെ സത്യലംഘനം ചെയ്യുന്നത് ഒരിക്കലും സജ്ജനങ്ങൾക്ക് ചേർന്നതല്ല. രാജ്യഭാരം വഹിക്കുന്നതിനേക്കാൾ എളുപ്പം കാനനവാസം തന്നെയാണെന്ന് മനസ്സിലാക്കണം. പിതാവേ, ഭരതൻ രാജ്യം ഭരിക്കട്ടെ. ഇങ്ങനെ കഷ്ടപ്പാടൊന്നുമില്ലാതെ ഒരു കർമ്മം നിർവഹിക്കാൻ കൈകേയിയമ്മ പറഞ്ഞത് എനിക്ക് വളരെയേറെ ഇഷ്ടമായി. മാതാവായ കൗസല്യാദേവിയോടും മൈഥിലിയോടും പറഞ്ഞിട്ട് ഞാൻ ഇതാ വരികയായി. ക്ഷണം കാട്ടിലേക്ക് പുറപ്പെടാം എന്ന് പറഞ്ഞ് രാമൻ കൗസല്യ പാർക്കുന്ന അന്തഃപുരത്തിലേക്ക് പോവുകയാണ്. രാമൻ കൗസല്യാദേവിയുടെ സമീപത്ത് ചെല്ലുന്നു. കൗസല്യാദേവി ദുർഗാപൂജ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ആ മാതാവ് ശ്രേഷ്ഠരായ ബ്രാഹ്മണരെ കൊണ്ട് പുത്രൻ്റെ നന്മയ്ക്കായി ഹോമങ്ങളും പൂജകളും ചെയ്യിച്ച് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഏകാഗ്രചിത്തയായിരുന്നു. ഈ സമയത്താണ് ശ്രീരാമൻ എത്തുന്നത്. പെട്ടെന്ന് സുമിത്ര ചെന്നിട്ട് കൗസല്യയോട് ചോദിക്കുകയാണ്, കൗസല്യ ചേച്ചി, രാജകുമാരൻ വന്നത് കണ്ടില്ലേ? ഏതാ നോക്ക്. കൗസല്യ പൂജയിൽ നിന്നും ശ്രദ്ധ തിരിച്ച് രാമനെ കെട്ടിപ്പിടിച്ച് മടിയിൽ പിടിച്ചിരുത്തി നെറുകയിൽ ചുംബിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, എന്തൻ മകനെ, മുഖാംബുജം വാടുവാൻ ബന്ധമുണ്ടായത് പാരം വിശക്കയോ? ഇനി മകനെ, നിന്റെ മുഖം വാടിയിരിക്കുന്നല്ലോ, വിശക്കുന്നുണ്ടോ? വാ, വന്നിരിക്കുക. ഒരു കൊച്ചുകുട്ടിയോടെന്ന പോലെ ചോദിക്കുകയാണ്. ആ മാതാവിൻ്റെ മമതയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ. നമുക്ക് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്ന കൗസല്യയോട് രാമൻ പറയുന്നുണ്ട്. ഇത് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പാഠഭാഗത്തിലുണ്ടായിരുന്നതാണ്, പദ്യമാണിത്. ഇപ്പോൾ ഭുജിപ്പാൻ അവസരമില്ലമ്മേ, ക്ഷിപ്രമരണ്യവാസത്തിനു പോകണം. മുൽപ്പാടുകേകയപുത്രിയാമമ്മയ്ക്കും അൽപ്പിത രണ്ടുവരം കൊടുത്തിടിനാൻ. ഒന്നു ഭരതനെ വാഴിക്കയെന്നതും എന്നെ വനത്തിനയക്കെന്നു മറ്റേതും. തത്ര 14 സംവത്സരം വസിച്ചത്ര വന്നിടുവൻ. പിന്നെ ഞാൻ വൈകാതെ സന്താപമേതും മനസ്സിലുണ്ടാകാതെ സന്തുഷ്ടയായി വസിച്ചിടുക മാതാവും. രാമായണം 93-ാമത്തെ പേജിലാണ് ഈ ഭാഗമുള്ളത്. ഇങ്ങനെ അമ്മ ഒട്ടും വിഷമിക്കരുത്, സന്തുഷ്ടയായിരിക്കണം എന്ന് പറഞ്ഞത് കേട്ട് കൗസല്യ ദുഃഖിതയായി ബോധം കെട്ടു വീഴുകയാണ്. പിന്നീട് എഴുന്നേറ്റിരുന്ന് ദുഃഖാർണവം തന്നിൽ മുഴുകി കരഞ്ഞു തൻ്റെ മകനോട് പറയുകയാണ്, മകനെ, നീ ഇന്ന് വനത്തിന് പോയാൽ എന്നെയും കൊണ്ടുപോകണം. നിന്നെ പിരിഞ്ഞാൽ അരക്ഷണം പോലും എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല. എന്നെ കൂടാതെ നീ ദണ്ഡകാരണ്യത്തിന് പോവുകയാണെങ്കിൽ ഞാൻ ദണ്ഡധരാലയത്തിന് പോയിടും. ദണ്ഡധരാലയം കാലപുരിയാണ്, യമലോകമാണ്. സ്വന്തം കിടാവിനെ പിരിഞ്ഞ പശുവിൻ്റെ ആധി പറഞ്ഞറിയിക്കാൻ സാധിക്കുമോ? അതായത് സ്വന്തം കുഞ്ഞുങ്ങളെ പിരിഞ്ഞിരിക്കുന്ന അമ്മമാരുടെ അവസ്ഥയെയാണ് ഇവിടെ വാൽമീകി മഹർഷി സൂചിപ്പിക്കുന്നത്. ഭരതൻ നാട് ഭരിച്ചുകൊള്ളട്ടെ, പോകണമെന്നുണ്ടോ?
അതെന്ത് രാജനീതിയാണ്? കുമാരൻ കാട്ടിൽ പോകണമെന്നുള്ളതും അതെന്തു രാജനീതിയാണ്? കുമാരൻ എന്ത് അപരാധം ചെയ്തു മകനെ? മഹാരാജാവിനോട് നീ എങ്ങനെ അപരാധം മാത്രം നിന്നെ ഇങ്ങനെ ശിക്ഷിക്കാനാണ്? നീ എന്താണ് ചെയ്തത്? മാതാപിതാ ഗുരു ദൈവം എന്നാണല്ലോ താതനും ഞാനും ഒരുപോലെ ഗുരുസ്ഥാനീയരല്ലേ? താതൻ പോകാൻ ആജ്ഞാപിച്ചാൽ ഞാൻ പോകേണ്ടെന്ന് ആജ്ഞാപിക്കുന്നു. ഇത് കുമാരൻ്റെ അമ്മയായ എൻ്റെ ആജ്ഞയാണ്. അതും നീ അനുസരിക്കുക. എൻ്റെ വാക്കുകളെ ധിക്കരിച്ച് ഭൂപതിയുടെ വാക്കുകളെ അനുസരിക്കാനാണ് കുമാരൻ്റെ ഭാവമെങ്കിൽ ഞാൻ എൻ്റെ പ്രാണനെ ത്യജിക്കും. തൽഫലമായി മാനവവംശം തന്നെ മുടിഞ്ഞു പോകും. അറിഞ്ഞുകൊള്ളൂ. കൗസല്യാദേവിയുടെ വാക്കുകൾ വളരെ സങ്കടത്തോടെയാണ് ശ്രീരാമൻ കേട്ടുകൊണ്ടിരുന്നത്. മക്കളുടെ കാര്യം വരുമ്പോൾ പുത്രവാത്സല്യം കൊണ്ട് മാതാക്കൾ, അതായത് അമ്മമാർ, അന്ധരായി പോകും. മാതാവായ കൗസല്യ ശ്രീരാമനോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അത് കേട്ടുകൊണ്ട് നിന്ന സൗമിത്രി, അതായത് ലക്ഷ്മണൻ, ശോകരോഷങ്ങൾ നിറഞ്ഞ്, അതായത് കത്തുന്ന കണ്ണുകളോടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ശോകവും ക്രോധവും കൊണ്ട് അഗ്നിസമം ജ്വലിക്കുന്ന കണ്ണുകളോടെ രാഘവനെ നോക്കി. അമ്മേ, വിഷമിക്കാതെ. ആ സ്ത്രീജിതനായ, വൃദ്ധനായ, ലജ്ജയില്ലാത്തവനായ, ഭ്രാന്ത് പിടിച്ച ഷഠനായ താതനെ മറ്റുള്ള ശത്രുക്കളായുള്ളവരെയും ബന്ധിച്ച് അഭിഷേകം ഒരു വിഘ്നവും കൂടാതെ നടത്തുന്നുണ്ട് ഇന്ന് തന്നെ. അമ്മ സന്തോഷത്തോടെ ഇരിക്കൂ. ഈ അഭിഷേകം നടത്താനുള്ള സാമർഥ്യമൊക്കെ എനിക്കുണ്ട്. തെറ്റ് ചെയ്താൽ അത് ആചാര്യനായാൽ പോലും ശിക്ഷ അനുഭവിക്കണം. ഇങ്ങനെ അത്യന്തം കോപത്തോടെ, അതായത് 3 ലോകവും ദഹിച്ചു പോകും വിധം കോപത്തോടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ കോപാഗ്നിയിൽ 3 ലോകവും ദഹിച്ചു പോകും വിധം നിൽക്കുന്ന ലക്ഷ്മണനോട് ശാന്തനായി ചിരിച്ചുകൊണ്ട് ശ്രീരാമൻ പറയുകയാണ്. മധുരമായി സൗമ്യമായിട്ടാണ് പറയുന്നത്, അടുത്ത് ചെന്ന് ആലിംഗനം ചെയ്തിട്ട്. ആ പറയുന്നത് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കേൾക്കാം. അതിനെ ഈ ഭാഗം ലക്ഷ്മണോപദേശം എന്നാണ് അറിയപ്പെടുന്നത്. അത് വളരെയേറെ വിശേഷപ്പെട്ട ഭാഗമാണ്. നമുക്ക് നാളെ കേൾക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന അത്രയും ഷെയർ ചെയ്യണം. എല്ലാവർക്കും നന്ദി ഒരിക്കൽ കൂടി. ഇന്നത്തെ ദിവസം സമാധാനവും സന്തോഷവും ഐശ്വര്യവും നിറഞ്ഞതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ജഗദീശ്വരൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഒന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു. അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുമല്ലോ.